ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ചൊവ്വ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചൊവ്വയുടെ ചാരവശാലുള്ള പ്രവേശനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ചൊവ്വ പ്രവേശിക്കുന്നത് തൻ്റെ സൂക്ഷേത്രത്തിലാണ്. ജീവ ഇന്ദു ഉഷ്ണകരാഹ കുജസ്യ സുഹൃത. ജീവൻ എന്നാൽ വ്യാഴം, ഇന്ദു ചന്ദ്രൻ, ഉഷ്ണകരഹ എന്നാൽ ഉഷ്ണം ചെയ്യുന്നതാണ് സൂര്യൻ. ഈ മൂന്ന് ഗ്രഹങ്ങളും ചൊവ്വയുടെ സുഹൃത്തുക്കളാണ്. ജ്ഞഹ അരിഹി, ബുധൻ ശത്രുവാണ്, മറ്റുള്ളവർ സമന്മാരുമാണ്. ശനിയും ശുക്രനും സമന്മാരുമാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, കഴിഞ്ഞ 2 രാശികളിൽ മകരത്തിൽ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമാണ്, വളരെ നല്ല ഫലം ചെയ്തു. അതിനുശേഷം ചൊവ്വ വന്നത് കുംഭൻ രാശിയിലേക്കാണ്. കുംഭം രാശിയിലായിരുന്നു. കുംഭൻ രാശിയിലുള്ള ചൊവ്വയുടെ ഫലം, ആശ്രയഫലമൊക്കെ ശുഭമായിരുന്നില്ല. ഇപ്പോൾ ചൊവ്വ ഇതാ വ്യാഴക്ഷേത്രത്തിൽ വന്നിരിക്കുന്നു. വ്യാഴക്ഷേത്രത്തിൽ ഏത് ഗ്രഹങ്ങൾ വന്നാലും നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. ഈവൻ ശനി പോലും വ്യാഴക്ഷേത്രത്തിൽ വന്നാൽ നല്ല ഫലത്തെയാണ് പ്രദാനം ചെയ്യുക. ആശ്രയ ഫലവും എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ജൈവേ വ്യാഴക്ഷേത്രത്തിൽ എന്നാൽ ഏകരിഭു, ഒറ്റ ശത്രുവല്ല, ധാരാളം ശത്രുക്കളുണ്ടാകും. നരേന്ദ്ര സജീവ, രാജാവിൻ്റെ മന്ത്രിയാകും. വലിയ വലിയ ആളുകളുടെ മന്ത്രം ഉപദേശം കൊടുക്കുക, കൺസൾട്ടൻ്റ് ആകേണ്ട യോഗമുണ്ടാകുന്നു. ഖ്യാത അഭയ അർത്ഥാന്വിത, ഭയമില്ലാത്ത ആളാകുന്നു. പ്രശസ്തി ഉണ്ടാകുന്നു. അർത്ഥാന്വിത, ധനത്തോടു കൂടിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു ഫലമാണ് ആശ്രയ ഫലം മീനൻ രാശിയിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാം മേടൻ രാശി മുതൽ 12 രാശിക്കാരുടെയും ചാരവശാലുള്ള ഭാവഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇനി പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം, എത്ര ദിവസമാണ് ചൊവ്വ ഈ മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്ന വിഷയം. 38 ദിനങ്ങളാണ് ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. അതായത് ഏപ്രിൽ 2-ാം തീയതി മീനമാസം 19-ാം തീയതി പ്രവേശിച്ച് മേടമാസം 28-ാം തീയതി വരെ, അതായത് മെയ് 11-ാം തീയതി വരെ 38 ദിവസക്കാലമാണ് ഇവിടെ ചൊവ്വ മീനൻ രാശിയിൽ നിൽക്കുന്നത്. ഈ 38 ദിവസക്കാലം ഓരോ രാശിക്കാരുടെയും ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചൊവ്വ നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ്, 10-ാം ഭാവത്തിലാണ്. ഇവിടെ ചൊവ്വ ലാഭാധിപനാണ്. ലാഭാധിപനായ ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ കർമ്മമേഖലയിൽ ധാരാളം ലാഭമുണ്ടാകുമെന്ന് അറിയണം. ശ്രുത ശൗര്യഭാഖ്യേ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. 10-ൽ ചൊവ്വ നിൽക്കുമ്പോൾ വരാഹമിഹിർ ആചാര്യൻ. ശ്രുത ശൗര്യഭാഗ്, ശൗര്യത്തെ ഭജിക്കും, ശൂരത പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് 10-ാം ഭാവത്തിൽ സൂര്യൻ നിന്നാലും ചൊവ്വ നിന്നാലും ഒരു ഫലം പറഞ്ഞിരിക്കുന്നത് ദണ്ഡനാഥോ കുജാർക്കോ എന്ന, കൈകളിൽ വടി പിടിച്ചിരിക്കുന്നവരായിരിക്കും ഇവരെന്നാണ്. ഇവർ തങ്ങളുടെ ആജ്ഞ എങ്ങനെയും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനുള്ള ഒരു പ്രത്യേകിച്ച് കഴിവ് എന്നാണ്. ഏതായാലും ലാഭാധിപനായ ഗ്രഹം കർമ്മസ്ഥാനത്താണ്. ധാരാളം കാശ് കിട്ടട്ടെ, പദവി കിട്ടട്ടെ, പ്രമാണം കിട്ടട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണ്. ഈ സമയത്തൊക്കെ അധികാരം കൈമൽ കിട്ടി അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ 10-ൽ നിൽക്കുന്ന ചൊവ്വ മന്ത്രിപദം മുതൽ പോലീസ് ഓഫീസർമാർക്ക് സ്ഥാനക്കയറ്റം, അല്ലെങ്കിൽ മിലിറ്ററി നേവൽ ഓഫീസേഴ്സ്, അതുമാത്രമല്ല ഇപ്പോൾ ധാരാളം പേർ മർച്ചൻ്റ് നേവി ഇൻ്റർവ്യൂ വായിച്ച് കഴിഞ്ഞിരിക്കുന്നവർക്കൊക്കെ തന്നെ ഇവിടെ വളരെ പെട്ടെന്ന് ഈ 38 ദിവസം ജോലി കിട്ടാൻ വളരെ നല്ലതാണ്. ഫയർ ആൻഡ് ഫോഴ്സ്, അതേ രീതിയിൽ ഓയിൽ ആൻഡ് ഗ്യാസ്, റിഗുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു ജോലി സങ്കേതമാണ് ഈ ഒരു സമയമെന്ന് പ്രത്യേകിച്ച് അറിയുക. ഇവിടെ ശത്രുപതിയായ ഗ്രഹം കർമ്മസ്ഥാനത്ത് വരുമ്പോൾ പലപ്പോഴും 6-ാം ഭാവാധിപനാണ് ചൊവ്വ, വൃശ്ചികൻ രാശിയുടെ അധിപനാണ്. അത് കർമ്മസ്ഥാനത്തേക്ക് വരുമ്പോൾ കർമ്മമേഖലയിൽ ധാരാളം ശത്രുക്കളുണ്ടാകും. തൻ്റെ ആജ്ഞ, കമാൻഡ്, ഇത് ഏറ്റെടുക്കേണ്ട വ്യക്തികൾ, ജോലിക്കാർ, തൻ്റെ കീഴ് ജീവനക്കാർ പലപ്പോഴും തനിക്കെതിരെ നീങ്ങി എന്ന് വരും. അതിനാൽ അവരുമായി ബന്ധപ്പെടുന്ന ചില ക്ലേശങ്ങൾ ഈ സമയത്തുണ്ടാകാം. കർമ്മമേഖലയിൽ പലപ്പോഴും തൻ്റെ തൊഴിലാളികളെ കൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ ധാരാളം വരും. അതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമെന്ന് അറിയുക. അതിലൂടെ വലിയ ബുദ്ധിമുട്ടുകൾ വരാം. കർമ്മമേഖലയിൽ പേരുദോഷങ്ങൾ ഉണ്ടാകാം. അത് വളരെ ശ്രദ്ധിക്കുക. കാരണം കർമ്മസ്ഥാനത്ത് ചൊവ്വ നിൽക്കുന്നു. പാപേ കർമ്മഗതേ കർമ്മവിഹതിഹി ദുഷ്കീർത്തിഹി ആജ്ഞാക്ഷതിഹി, കർമ്മതടസ്സം ഉണ്ടാവുക, ദുഷ്കീർത്തി വരിക, ആജ്ഞക്ക്, തൻ്റെ കമാൻഡ് അനുസരിക്കേണ്ടവർ അതിന് ക്ഷതമുണ്ടാക്കുക തുടങ്ങിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ 10-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോൾ അത് ദിഗ്ബലമാണ്, സൂര്യനായാലും ചൊവ്വയായാലും എന്നറിയുക.
കുലേ തസ്കയും മംഗളം മംഗളമെന്നോ ജനേർഭൂയതേ മധ്യഭാവോ യതി സ്യാത്. 10-ൽ ചൊവ്വ വന്നാൽ ഒരു കുടുംബത്തിന് മുഴുവനും മംഗളം ഉണ്ടാക്കി തീർക്കും ആ ചൊവ്വ. അധികാരം കൊണ്ട് തനിക്ക് എല്ലാവരെയും തൻ്റെ കുടുംബത്തെയൊക്കെ പാലിക്കുവാനുള്ള സംരക്ഷണമൊക്കെ ഈ ചൊവ്വ ഉണ്ടാക്കി തീർക്കും. സ്വതസിദ്ധേവ അവതംസായതേസോ, തനിക്കൊരു കിരീടം വെക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നു. ഞാൻ സൂചിപ്പിച്ചു, പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും നേവി ആയാലും പട്ടാളമായാലും ഒക്കെ തന്നെ ഈ ഒരു സമയം വളരെ അനുകൂലമായ പദവിയൊക്കെ വരുന്ന അനുകൂലമായ സമയമാണെന്നറിയുക. നന്നായി ചൊവ്വാപ്രീതി ചെയ്യുക. കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾ മാറാൻ കർമ്മമുട്ടി ചെയ്യുന്നത് വളരെ ഗുണമാണ്. അതുപോലെ ശത്രുസംഹാര കുരുതിയും ചെയ്യണം, കർമ്മ വിഷയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്. നന്ദി, നമസ്തേ.